الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകളും ആജ്ഞാനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭങ്ങളിലും ഓർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ നടപ്പിലാക്കാൻ പരിശ്രമിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൗരവർഷക്കണക്ക് പ്രകാരം നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഭൂമി 24 മണിക്കൂർ കൊണ്ട് സ്വയം കറങ്ങി 365 ദിവസം കൊണ്ട് സൂര്യനെ ഒരു തവണ ചുറ്റി വന്നിരിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഓരോ പ്രതിഭാസങ്ങളെക്കുറിച്ചും ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും പ്രപഞ്ചസൃഷ്ടാവായ നാഥൻ വേദഗ്രന്ഥത്തിലൂടെ നമ്മെ ഉണർത്തുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും, ഓരോ നിമിഷാർദ്ധവും, ഓരോ മണിക്കൂറും, ഓരോ ദിവസവും, ആഴ്ചയും മാസവും ഒക്കെ തന്നെ നമുക്ക് വേണ്ടി സംവിധാനിച്ചൊരുക്കിയ ജഗന്നിയന്താവിനെ ഓർത്തുകൊണ്ടാകണം നിങ്ങൾ കഴിഞ്ഞുകൂടേണ്ടത് എന്നതാണ് അള്ളാഹു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അള്ളാഹു അവനെ പരിചയപ്പെടുത്തുന്നത് ഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫത്തൻ ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുകൂറ. സൂറ അൽ ഫുർഖാനിലെ ഈ ആയത്തിൽ 2 കാര്യമാണ് ഊന്നി പറയുന്നത്. രാവും പകലും മാറി മാറി ഇവിടെ സംവിധാനിച്ചിട്ടുള്ളവനാകുന്നു അവൻ. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിലൂടെ രാവും പകലും തലോടി കടന്നു പോകുന്നുണ്ട്. ഓരോരുത്തർക്കും അവൻ ജീവിതകാലവും ഈ ഭൂമിയിൽ നിശ്ചയിച്ചിട്ടുണ്ട്. കാലാവധി കഴിഞ്ഞവരൊക്കെ ഇവിടെ നിന്ന് യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. ഇനി അള്ളാഹു നിശ്ചയിച്ച അവധി വരെ കഴിഞ്ഞുകൂടാനുള്ളവരാണ് ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് തലമുറകൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി വരാനുണ്ട്. അവർ ജീവിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സർവനാശം സംഭവിക്കുക. ഇതെല്ലാം അള്ളാഹുവിൻ്റെ കണക്കുകളാണ്. അതുകൊണ്ട് അള്ളാഹു അവനെ പരിചയപ്പെടുത്തി പറയുന്നത് ഇങ്ങനെ രാവും പകലും നിശ്ചയിച്ചു തന്നത് എന്തിനു വേണ്ടിയാണെന്നാണ്.
മാസങ്ങൾ 12 അള്ളാഹു ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് തന്നെ കണക്കാക്കിയിട്ടുള്ളതാണ്. ഓരോ മാസവും അങ്ങനെ കഴിഞ്ഞു പോകും, വർഷവും അങ്ങനെ കഴിഞ്ഞു പോകും. ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുക്കൂറ. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടി, ആ ചിന്തയിലൂടെ അവർക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളിലൂടെ അവരെ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ അവർക്ക് വേണ്ടി സംവിധാനിച്ച അള്ളാഹുവിന് നന്ദി കാണിക്കാൻ വേണ്ടിയാകുന്നു ഈ കാര്യങ്ങളൊക്കെ നാം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുകയാണ്. പ്രമുഖ താബിഈ പണ്ഡിതനായ ഹസനുൽ ബസരി റഹിമഹുല്ലാ പറഞ്ഞിട്ടുണ്ട്, യബ്ന ആദം ഇന്നമാ അൻത അയ്യാം. അല്ലയോ മനുഷ്യ, നിന്റെ അവസ്ഥ നീ വെറും കുറേ ദിവസങ്ങൾ മാത്രമാണ്. കുല്ലമാ ദഹബ യൗമുൻ ദഹബ ബഅദുക്. നീ ജനിച്ചത് മുതൽ ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്തോറും നിന്റെ ഒരു ഭാഗമാണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ യബ്ന ആദം നഹാറുക ലൈഫുക് ഫഅഹ്സിൻ ഇലൈഹി. നിനക്ക് കിട്ടുന്ന പകൽ സമയം നിന്നിലേക്ക് കടന്നു വരുന്ന വിരുന്നുകാരനാണ്. ആ വിരുന്നുകാരനെ നല്ല നിലയിൽ നീ ട്രീറ്റ് ചെയ്യണം എന്നാണ്. ഫഅഹ്സിൻ ഇലൈഹി. ഒരു വിരുന്നുകാരനെ എങ്ങനെ സൽക്കരിക്കണമോ അതേപോലെ നീ സൽക്കരിക്കണം. ഫഇന്നക ഇൻ അഹ്സൻത ഇലൈഹി ഇർതഹല ബിഹംദിക. നിന്റെ ജീവിതത്തിലെ പകലുകളാകുന്ന വിരുന്നുകാരോട് നീ നല്ല നിലയിൽ പെരുമാറിയിട്ടുണ്ട് എങ്കിൽ നിന്നെ സ്തുതിച്ചുകൊണ്ടായിരിക്കും ഓരോ പകലുകളും നിന്നെ വിട്ട് യാത്രയാവുക. കഴിഞ്ഞ ഒരു പകൽവേളയും ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് ഇനി വരാനില്ല. വൈൻ അസഅത ഇലൈഹി ഇർതഹല ബിദമ്മിക്. പകലാകുന്ന നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വിരുന്നുകാരെ നീ മോശമായ രീതിയിലാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് എങ്കിൽ നിന്നെ ആക്ഷേപിച്ചുകൊണ്ടായിരിക്കും അവരൊക്കെ കടന്നു പോവുക. വകദാലിക ലൈലതുക്. പകൽ മാത്രമല്ല നിന്റെ രാത്രിയും നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യം നീ ശ്രദ്ധിക്കണമെന്നാണ് അദ്ദേഹം ഊന്നി പറഞ്ഞിട്ടുള്ളത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, മാ നദിംതു അലാ ഷൈഇൻ നദമി അലാ യൗമിൻ ഗറബത് ശംസുഹു. സൂര്യൻ അസ്തമിച്ചിട്ടുള്ള ഒരു ദിവസത്തെക്കുറിച്ചും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഖേദം തോന്നിയിട്ടില്ല. വനഖസ ഫീഹി അജലി വലം യസിദ് ഫീഹി അമലി. ഒരു ദിവസം കടന്നു പോകുമ്പോൾ എൻ്റെ ആയുസ്സിൽ ചുരുക്കം സംഭവിക്കുകയാണല്ലോ, ചുരുങ്ങിപ്പോവുകയാണല്ലോ. എൻ്റെ കർമ്മങ്ങൾ അതിൽ എനിക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഖേദമെന്നാണ് അദ്ദേഹം പറയുന്നത്. സഹോദരങ്ങളെ, അള്ളാഹു എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് എന്നുകൂടി നാം ആലോചിക്കേണ്ടത് ഉണ്ട്, നാം ഓരോരുത്തരും. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, നാം എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തിയാൽ നാം എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് എന്ന് കൃത്യമായി നമുക്ക് ഓരോരുത്തർക്കും ബോധ്യമാകും. നാം ഓരോരുത്തരും ആദ്യമായി നമ്മെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. നമുക്ക് ജീവനും ജീവിതവും ജീവിതത്തിലെ അനുഗ്രഹങ്ങളുമെല്ലാം ചെയ്തു തന്ന അള്ളാഹുവിന് നാം എത്രമേൽ കടപ്പെട്ടിരിക്കുന്നു. അവന് നൽകാനുള്ള ശുക്ർ, നന്ദി നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി നാം നൽകുന്നുണ്ടോ എന്ന കാര്യം നമ്മൾ ആലോചിക്കേണ്ട ഒന്ന് തന്നെയാണ്. നാം നമുക്ക് വേണ്ടി എന്തൊക്കെയാണ് ഈ ജീവിതകാലത്ത് ചെയ്തിട്ടുള്ളത്? ഈ സന്ദർഭത്തിൽ നമുക്ക് ഓരോരുത്തർക്കും എത്ര വയസ്സായി എന്നറിയാം. നമ്മുടെ ഈ ആയുഷ്കാലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ നിയമങ്ങളെ പാലിച്ചു ജീവിക്കുക. ഇത്തഖുല്ലാഹ്,
നിങ്ങൾ അള്ളാഹുവിൻ്റെ നിയമങ്ങളെ പാലിച്ചു ജീവിക്കുക, ഭക്തരാവുക. വൽ തൻദുർ നഫ്സുൻ, ഓരോ വ്യക്തിയും ചിന്തിക്കട്ടെ, മാ ഖദ്ദമത് ലിഗദ്, ഈ ദുനിയാവിൽ നിന്ന് നിങ്ങൾ മരണപ്പെട്ടു പോയാലുള്ള ശാശ്വതമായ ഒരു ജീവിതത്തിന് വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്ന് ചിന്തിച്ചു കൊള്ളട്ടെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നാം നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു വെച്ചു, നമ്മുടെ കുടുംബത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു വെച്ചു, നമ്മുടെ സമൂഹത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു വെച്ചു, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതൊട്ടും മറന്നു പോകരുത് എന്നും ഖുർആൻ പറയുന്നുണ്ട്. കാരണം നമ്മുടെ ഓരോ കർമ്മങ്ങളെക്കുറിച്ചും സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ വലാ തകൂനൂ കല്ലദീന നസ്സുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ. നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിനെ വിസ്മരിച്ച ഒരു വിഭാഗത്തെ പോലെ ആയിത്തീരരുത്. അള്ളാഹിനെ മറക്കരുത്. അള്ളാഹുവിനെ കുറിച്ച് നല്ല ഓർമ്മ വേണം. നിങ്ങൾ അള്ളാഹുവിനെ വിസ്മരിക്കുന്ന ഒരു വിഭാഗത്തിൽ പെടുകയാണെങ്കിൽ ഫഅൻസാഹും അൻഫുസഹും, അള്ളാഹു അവരെ സ്വയം വിസ്മരിക്കുന്നവരാക്കുമെന്നാണ്. നമ്മൾ ആരാണ് എന്ന കാര്യം നമ്മൾ തന്നെ മറന്നു പോകുന്ന അവസ്ഥ. നമ്മൾ ആരാണ് എന്ന കാര്യം നമ്മൾ തന്നെ മറന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് അള്ളാഹു നമ്മളെ മാറ്റുന്നത് എപ്പോഴാണ്? നിങ്ങൾ അള്ളാഹുവിനെ മറന്നു പോകുമ്പോഴാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുകയാണ്. നമ്മൾ ആരാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ അവരെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണെന്നോ, അങ്ങനെ ഈ കണ്ണും കാതും ഖൽബുമൊക്കെ മനുഷ്യർക്ക് നൽകി, ചിന്താശേഷി നൽകി, ഒരുപാട് അനുഗ്രഹങ്ങൾ അതിലുപരിയായി അള്ളാഹു അവരുടെ ജീവിത സൗഖ്യത്തിന് വേണ്ടി സംവിധാനിച്ചു കൊടുത്തു. ഇതൊക്കെ വിസ്മരിച്ച് നടക്കുന്ന താന്തോന്നികളായി ജീവിക്കുന്ന ആളുകളെ കുറിച്ച് ഖുർആൻ പറയുന്നത് ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവരാകുന്നു ദുർമാർഗികൾ, അവരാകുന്നു അധർമ്മകാരികൾ എന്നാണ്. മനുഷ്യരിലും ജിന്നിൽ നിന്നും അങ്ങനെ ഒരു വിഭാഗത്തെ അള്ളാഹു ഒരുക്കി വച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നാണ്. വലഖദ് ദറഅനാ ലിജഹന്നം കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അള്ളാഹു ഹൃദയം കൊടുത്തിട്ട്, മനസ്സ് കൊടുത്തിട്ട് അതുകൊണ്ട് ചിന്തിക്കാത്ത ആളുകളാണവർ, അത് ഉപയോഗപ്പെടുത്താത്തവരാണവർ. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ. അള്ളാഹു കണ്ണുകൾ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ആ കണ്ണുകളെ കൊണ്ട് കാര്യങ്ങൾ വേണ്ട വിധം കണ്ട് ഗ്രഹിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താത്ത ആളുകളാണവർ. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. അള്ളാഹു കാതും കേൾവി ശക്തിയും കൊടുത്തിട്ടുണ്ട്, അതും ജീവിതത്തിൽ വേണ്ട വിധം ഉപയോഗിച്ച് തങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി തങ്ങളുടെ ഭൗതികവും മരണാനന്തരവുമായ ജീവിതത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താത്ത ആളുകളെ കുറിച്ച് അള്ളാഹു ഉപമിച്ചത് ഉലൈക കൽ അൻആം, അവർ നാൽക്കാലികളെ പോലെയാണെന്ന്. ബൽഹും അളൽ, അവർ അതിനേക്കാൾ പിഴച്ചവരാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവർ അശ്രദ്ധരായി ജീവിക്കുന്നവരാണ് എന്നാണ്. മനുഷ്യരുടെ കൂട്ടത്തിൽ തന്നെ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ, ഇതൊന്നും ഗൗനിക്കാതെ, ഗൗരവത്തിലെടുക്കാതെ, അശ്രദ്ധയോടുകൂടി ഒഴുക്കിൽപ്പെട്ട് ഒലിച്ചു പോകുന്ന പൊങ്ങുതടികളെ പോലെ ജീവിതത്തിൽ കഴിഞ്ഞുകൂടുന്ന ആളുകളെ അള്ളാഹു ഈ ഒരു ഉപമയിലാണ് നമുക്ക് ഉപമിച്ചു തരുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് തന്ന കണ്ണും കാതും ഹൃദയവും ഒക്കെ, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, തീർച്ചയായും അള്ളാഹു അതിനെക്കുറിച്ചെല്ലാം നമ്മളോട് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് നമ്മൾ ജീവിതത്തിൽ നമ്മുടെ ആനന്ദങ്ങൾക്ക് വേണ്ടി, ആഹ്ലാദങ്ങൾക്ക് വേണ്ടി, അതേപോലെ തന്നെ നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഏതേത് സംവിധാനങ്ങളാകട്ടെ, ഇപ്പോൾ വിവര സാങ്കേതിക വിദ്യ ഏറ്റവും കൂടുതൽ വളർന്ന ഒരു കാലഘട്ടമാണിത്. കഴിഞ്ഞ നൂറ്റാണ്ട് സയൻസിൻ്റെയും അതേപോലെ തന്നെ സാങ്കേതിക വിദ്യയുടെയും ഒക്കെ നൂറ്റാണ്ടായിരുന്നുവെങ്കിൽ, ഈ പുതിയ നൂറ്റാണ്ടിനെ കുറിച്ച് നമ്മൾ പറയുന്നത് ഇത്
വിജ്ഞാനത്തിൻ്റെ നൂറ്റാണ്ടാണെന്നാണ്. എല്ലാ തലങ്ങളിലുമുള്ള വിജ്ഞാന വിസ്ഫോടനം നടക്കുന്ന ഒരു നൂറ്റാണ്ടാണ് എന്നാണ്. ഇതിലൊക്കെ അഭിമാനം കൊള്ളുന്നുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിലൂടെ മനുഷ്യന് ഗുണകരമായ എന്ത് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത് എന്നാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ടെക്നോളജി ആകട്ടെ, ഏത് വിവര സാങ്കേതിക വിദ്യയാകട്ടെ, അതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളാകട്ടെ, അത് ഒന്നാമതായി നമുക്ക് പ്രയോജനകരമായിരിക്കണം. നമ്മുടെ ഭൗതികമായ ജീവിതത്തിന് പ്രയോജനകരമായിരിക്കണം. നമ്മുടെ മരണാനന്തര കാലാകാലം ജീവിക്കാനുള്ള ജീവിതത്തിന് ഉപകാരപ്പെടുന്നതായിരിക്കണം. മറ്റുള്ള നമ്മുടെ സമസൃഷ്ടികൾക്കും മനുഷ്യ സമൂഹത്തിനും ഉപകാരപ്പെടുന്ന രീതിയിലുള്ളതായിരിക്കണം എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഇതിലൂടെ തന്നെ നമുക്ക് കാണാൻ കഴിയും, മനുഷ്യനെ മറന്നുകൊണ്ട് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു മനുഷ്യനായിത്തീരുന്ന, മനുഷ്യനെ അറുകൊല നടത്തുകയും മനുഷ്യന്റെ ചോരച്ചാലുകൾ ഈ ഭൂമിയിൽ ഒഴുക്കുകയും പരസ്പരം വിദ്വേഷവും അതിക്രമവും നടത്തുകയും ചെയ്യുന്ന സാഹചര്യം ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ടെക്നോളജി, സയൻസ് വളരുന്നുണ്ടെങ്കിലും ഇന്ന് ഏറ്റവും വിലയില്ലാത്ത ഒന്ന് മനുഷ്യനും മനുഷ്യ ജീവനുമായി തീരുന്ന പരിതാപകരമായ സാഹചര്യം ഉണ്ടാകുന്നു. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ അനുഗ്രഹങ്ങളെ ഏത് കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ വിനിയോഗിക്കുന്നത് എന്നുള്ളത്. ജീവിത സമയം വളരെ കുറച്ചാണ്. ജീവിതകാലത്തെക്കുറിച്ച് സംസാരിക്കവേ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അവസാന ഉമ്മത്താണ്. ശരിക്ക് അവസാന കാലത്തിലൂടെയാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത്. അന്ത്യദിനത്തിന്റെ അടയാളമായി അത് സംഭവിക്കാനിരിക്കുന്ന ഒന്നാണ്. ഇന്ന സഅത ആതിയത്തുൻ അകാദു ഉഖ്ഫീഹാ ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ. അന്ത്യദിനം, ഈ ലോകത്തിനൊരു സർവനാശം, അത് സംഭവിക്കുക തന്നെ ചെയ്യും. പക്ഷേ എന്നാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ മറച്ചു വച്ചിരിക്കുകയാണ്. അകാദു ഉഖ്ഫീഹാ. എന്തിനു വേണ്ടിയാണ് അന്ത്യദിനം സംഭവിക്കുന്നത്? അന്ത്യദിനത്തിന് ശേഷം ഇവിടെ എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ഒരു വിചാരണ ദിവസമുണ്ട്. ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ. ഓരോ മനുഷ്യരും അവരവർ അധ്വാനിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ പ്രതിഫലം നൽകാൻ വേണ്ടി അള്ളാഹു ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ്. അന്ത്യദിനം സംഭവിക്കുന്നതിന്റെ അടയാളങ്ങൾ വിശദീകരിക്കവേ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, സമയം പെട്ടെന്ന് പോകുന്നത് പോലെ മനുഷ്യർക്ക് അനുഭവപ്പെടുമെന്നാണ്. ഒരു വർഷം കഴിഞ്ഞു പോകുന്നത് ഒരു മാസം തീർന്നു പോകുന്ന പോലെ ആയിരിക്കും. ഒരു മാസം അങ്ങനെ അവസാനിക്കുന്നത് ഒരാഴ്ച കഴിഞ്ഞു പോകുന്നത് പോലെ ആയിരിക്കും. ഒരാഴ്ച കഴിഞ്ഞു പോകുന്നതോ ഇന്നലെ ഒരു ദിവസം കഴിഞ്ഞ പോലെ. അപ്പൊ നമുക്ക് ഈ ജുമാക്ക് ഒരുമിച്ച് കൂടിയപ്പം ഇന്നലെ ഒരുമിച്ച് കൂടിയ പോലെ ഒരു ഫീലിംഗ് നമുക്കുണ്ടാകും. അത്ര പെട്ടെന്നാണ് അത് സംഭവിക്കുക എന്ന്. അതേപോലെ തന്നെ ഒരു ദിവസം തീരുന്നത്, ഒരു ഓലക്കൊടിയുടെ ഒരു തലക്കൽ നിങ്ങൾ തീ പിടിപ്പിച്ചാൽ അത് എത്രമേൽ ഒരു ഉണങ്ങിയ ഓലക്കൊടി കത്തിത്തീരുന്നുവോ അതുപോലെ വേഗത്തിൽ നിങ്ങളുടെ ഒരു ദിവസം തീർന്നു പോകുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഈ ലൈലിലും നിങ്ങളുടെ നഹാറിലും നിങ്ങളുടെ രാവിലും പകലിലും അള്ളാഹുവിന്റെ ഒരു അടിമ എന്ന നിലക്ക് നിങ്ങൾക്ക് കൃത്യമായ ചില ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്. യബ്ന ആദം, ആദമിന്റെ പുത്ര, നീ അത് വിസ്മരിക്കരുത് എന്നാണ് ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത്. നമ്മുടെ ഓരോ ഹൃദയമിടിപ്പും നമ്മോടെന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ഓരോ ഹൃദയമിടിപ്പും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ദഖാത്തുൽ ഖൽബുൽ മർഇ ഖായിലത്തുൻ ലഹാ ഖായിലത്തുൻ ലഹു ഇന്നൽ ഹയാത ദഖായികും വസവാനി. മനുഷ്യന്റെ ഓരോ ഹൃദയമിടിപ്പും അവനോട് പറയുന്നത്, മനുഷ്യ, നിന്റെ ജീവിതം ഈ ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു നിമിഷത്തിന്റെ പകുതി നേരം അതാണ് എന്ന് നീ അറിഞ്ഞുകൊള്ളുക. അതിനാൽ എന്ത് വേണം? നീ ഇവിടെ നിന്ന് മരിച്ചു പോയാലും നിന്റെ സ്മരണകൾ, നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ, നിന്നെക്കുറിച്ചുള്ള അനുഭവങ്ങൾ, അത് അയവിറക്കുന്ന, അതിൻ്റെ സ്മരണകൾ ഓർക്കുന്ന കാര്യങ്ങളെ നീ ഇവിടെ ഉയർത്തിക്കൊണ്ടുവരണമെന്നാണ്.
നമ്മൾ മരിച്ചാലും നമ്മളെക്കുറിച്ച് ഓർക്കാൻ ആളുകൾ ഇവിടെ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് അള്ളാഹു ഈ ദുനിയാവിൽ തന്നെ തരുന്ന ഒരു രണ്ടാമത്തെ ആയുസ്സാണ് എന്നാണ്. അപ്പൊ ഇവിടെ നമുക്ക് നിർവഹിക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുകൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പ്രത്യേകമായി നമ്മെ ഉണർത്തിയിട്ടുള്ളത്. ഇന്നാ നഹ്നു നുഹീൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. നിശ്ചയമായും മരണപ്പെട്ടു പോയ എല്ലാ ആളുകളെയും നാം ഉയർത്തെഴുന്നേൽപ്പിക്കും. വനക്തുബു മാ ഖദ്ദമു, ആ മനുഷ്യർ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളെയും നാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ കർമ്മങ്ങളെയും. വനക്തുബു മാ ഖദ്ദമു, അവർ ചെയ്ത കർമ്മങ്ങൾ മാത്രമല്ല, ആസാറഹും, അവരുടെ കർമ്മങ്ങളുടെ പരിണിതിയായി, അതിന്റെ തുടരൊലികളായി അവർ മരിച്ചാലും അവരുടെ മരണശേഷവും ഇവിടെ നിലനിൽക്കുന്ന സുഹൃതങ്ങളെയും നാം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. ഈ കാര്യങ്ങൾ അത്രയും കൃത്യമായ നമ്മുടെ രേഖകളിൽ നാം അടയാളപ്പെടുത്തുന്നുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എത്രയെല്ലാം പുണ്യകർമ്മങ്ങൾ ഇവിടെ വെച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്നുവോ അതൊക്കെ നമ്മൾ ചെയ്ത് തീർത്താകണം പോകേണ്ടത്, അള്ളാഹു നിശ്ചയിച്ച നമ്മുടെ ജീവിതാവധിക്കുള്ളിൽ. അതുകൊണ്ടാണ് റസൂല് പറഞ്ഞത്, ഇദാ മാത ഇബ്നു ആദം ഇൻഖത അമലുഹു, ഒരാൾ മരിച്ചു പോയാൽ അവരുടെ കർമ്മങ്ങൾക്കുള്ള അവസരമാണ് നിലച്ചു പോകുന്നത്. ഇല്ലാ മിൻ സലാസ്, പക്ഷേ കർമ്മങ്ങൾ മരിച്ചാലും നിലനിൽക്കുന്ന 3 എണ്ണമുണ്ട്. അതിൽ റസൂൽ എണ്ണിയത് എന്താണെന്നോ, സ്വദഖ ജാരിയ, ജാരിയായ നിങ്ങളുടെ കൂടെ ഒഴുകി വരുന്ന നിങ്ങൾ ചെയ്ത പുണ്യകർമ്മങ്ങളാണത്, ധർമ്മങ്ങളാണത് എന്നാണ്. നമ്മൾ മരിച്ചാലും ഒരിക്കലും മരിക്കാത്ത നമ്മുടെ ആത്മാവിന് ശാന്തി നൽകിക്കൊണ്ട്, നമ്മുടെ ഖബറിൽ നമുക്ക് ആശ്വാസം നൽകിക്കൊണ്ട്, കൂരിരുട്ടിൽ നമുക്ക് വെളിച്ചം വിതറിക്കൊണ്ട്, നമ്മുടെ ഭയപ്പാടുകൾക്ക് സമാധാനം നൽകിക്കൊണ്ട്, നമ്മുടെ വേദനകൾക്ക് സമാശ്വാസം നൽകിക്കൊണ്ട് നമ്മുടെ കൂടെ വരുന്ന അമലുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ ഈ മരിച്ചാലും ഇവിടെ നിലനിൽക്കുന്ന ഒരു വഴിവെട്ടാൻ നമ്മൾ അല്പം സ്ഥലം നീക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വഴിയിലൂടെ എത്രയെത്ര ആളുകൾ യാത്ര ചെയ്തു പോകുന്നുവോ ഈ ലോകം അവസാനിക്കുന്നത് വരെ അതിൻ്റെ പുണ്യം അവന്റെ ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കും. നമ്മളൊരു മരം നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ആർക്കൊക്കെ തണൽ നൽകുന്നുവോ, അതിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങൾ ആരൊക്കെ ഭക്ഷിച്ചു പോകുന്നുവോ ആ കാലം അത്രയും അത് ചെയ്ത ആൾക്ക് അതിന്റെ പുണ്യം ലഭിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഒരു കിണർ കുഴിച്ചിട്ടുണ്ടെങ്കിൽ ആ കിണറ്റിൽ നിന്ന് ആരെല്ലാം വെള്ളം കുടിച്ചു പോകുന്നുവോ നമ്മൾ മരിച്ചാലും അതിന്റെ സുഹൃതങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ പുണ്യങ്ങളുടെ തുടരുകൾ, അങ്ങനെയുള്ള ആസാറുകളെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് കഴിഞ്ഞു പോകേണ്ടത് എന്നാണ്. ഇങ്ങനെ എത്രയെത്ര പുണ്യങ്ങൾ നമുക്കിവിടെ ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള ജാരിയായ സ്വതക്കുകൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഇൽമുൻ യുൻതഫഉ ബിഹി, പിന്നെ നമുക്ക് തന്നെ ഉപകരിക്കുന്ന വിജ്ഞാനമാണ്. നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക, നമ്മൾ അറിഞ്ഞത് ജീവിതത്തിൽ പകർത്തുന്നത് മുഖേന മറ്റുള്ളവർ അത് കണ്ട് പഠിച്ച് നമ്മെ അനുകരിക്കുക, നല്ല കാര്യങ്ങളിൽ നമ്മെ പിന്തുടരുക. ഇങ്ങനെയുള്ള കൈമാറ്റങ്ങൾ നമ്മുടെ അറിവിലൂടെ ഉണ്ടാകണം, നമ്മുടെ കർമ്മങ്ങളിലൂടെ ഉണ്ടാകണം. അതാണ് ആസാറുകളായി വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മൂന്നാമതായി അവിടുന്ന് വേണ്ടി വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, നമ്മൾ മരിച്ചാൽ നമുക്ക് വേണ്ടി നിഷ്കളങ്കമായി പ്രാർത്ഥിക്കുന്ന സദ്വൃത്തരായ സന്താനങ്ങൾ അത് ഉണ്ടാവുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന വലിയ സൗഭാഗ്യമായി കൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. സഹോദരങ്ങളെ, ഈ കാര്യമൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യാൻ അള്ളാഹു ഇവിടെ സംവിധാനിച്ചിട്ടുള്ള ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുവാൻ വേണ്ടിയാണ് ഈ ജീവിതം നമുക്ക് നൽകിയതെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുന്നത്. റസൂലുള്ളാഹി പറഞ്ഞു നിഅമത്താൻ, എന്നാൽ 2 അനുഗ്രഹങ്ങളെ കുറിച്ച് അധികം മനുഷ്യരും വിസ്മരിച്ചു കൊണ്ടിരിക്കുകയാണ്. മഗ്ബൂനും ഫീഹിമാ കസീറുൻ മിനന്നാസ് എന്നാണ്. അധികം ആളുകളും അതിൽ വഞ്ചിതരായി തീരുകയാണെന്നാണ് റസൂല് പറഞ്ഞിട്ടുള്ളത്. അവർ നഷ്ടം പറ്റിയവരായി തീരുകയാണ്. ഒന്ന് അസ്വിഹ, അള്ളാഹു മനുഷ്യർക്ക് കൊടുക്കുന്ന ആരോഗ്യമാണ്. നമ്മുടെ ആരോഗ്യം എന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ വൽ ഫറാഗ്,
അള്ളാഹു നമുക്ക് നൽകുന്ന സമയം, ഒഴിവുവേള, ഇതൊക്കെ എന്തിനു വേണ്ടി നിങ്ങൾ വിനിയോഗിച്ചു എന്ന് ചിന്തിക്കണമെന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുന്നുണ്ട്, ഇദാഅത്തുൽ വഖ്ത് അശദ്ദു മിനൽ മൗത്ത്. ഒരാളുടെ സമയം പാഴാക്കുക എന്നുള്ളത് അവൻ മരിച്ചു പോകുന്നതിനേക്കാൾ കഠിനമാണ് എന്നാണ്. സമയം വെറുതെ ചെലവഴിക്കുക എന്നുള്ളത്. ലിഅന്ന ഇദാഅത്തുൽ വഖ്ത് തുഖ്തിഉ അനില്ലാഹി വദ്ദാരിൽ ആഖിറ. വെറുതെ സമയം കളയുക എന്നുള്ളതിലൂടെ അവൻ അള്ളാഹുമായുള്ള ബന്ധമാണ് മുറിച്ചു കളയുന്നത്, പരലോക ചിന്തയുമായുള്ള ബന്ധമാണ് അവൻ മുറിച്ചു കളയുന്നത്. വൽ മൗത്ത് യഖ്തഉക അനിദ് ദുനിയ വഅഹ്ലിഹ. മരണമാണെങ്കിലോ ഈ ദുനിയാവിൽ നിന്നും നിന്റെ കൂട്ടുകുടുംബങ്ങളിൽ നിന്നുമുള്ള വേർപാടാണ് നിനക്ക് സമ്മാനിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യമാണ് ചിന്തിക്കേണ്ടത്. ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ ഖംസിൻ. അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മളെ നമ്മുടെ കർമ്മങ്ങൾ വിചാരണ ചെയ്യാൻ വേണ്ടി വിളിച്ചു ചേർക്കുന്ന ആ നേരത്ത് 5 കാര്യങ്ങളെ കുറിച്ച് പ്രത്യേകം അല്ലാഹു ചോദിക്കാതെ ഒരിക്കലും വിടുകയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്ന് വാൻ ഉംരിഹി ഫീമ അഫ്നാ. നമുക്ക് തന്ന ഈ ആയുഷ്കാലം എന്തിനു വേണ്ടി നമ്മൾ വിനിയോഗിച്ചു എന്നുള്ളത് തന്നെയാണ്. ഇങ്ങനെ ആയുഷ്കാലം വെറുതെ തുലച്ചു കളയുന്ന ആളുകൾ നരകത്തിന്റെ അർഹരായി തീർന്ന് അവർ നരകത്തിൽ നിന്ന് മുറവിളി കൂട്ടുന്നതിനെ കുറിച്ച്, അലമുറയിടുന്നതിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. വഹും യസ്തരിഖൂന ഫീഹാ. അവിടെ കിടന്ന് അവർ മുറവിളി കൂട്ടും, അലമുറയിടും. എന്താണ് പറയുന്നതെന്നോ? റബ്ബനാ അഖ്രിജ്നാ, അല്ലാഹുവേ ഞങ്ങളെ ഇതിൽ നിന്നൊന്ന് നീ മോചിപ്പിക്കണമേ. ഞങ്ങൾ ഇതുവരെ ചെയ്തതല്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്തു കൊള്ളാം. നഅമൽ ഗൈറല്ലദീ കുന്നാ നഅമൽ. ഇതുവരെ ദുനിയാവിൽ വെച്ച് ഞങ്ങൾ ചെയ്തതല്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്തു കൊള്ളാം, ഞങ്ങൾ നന്നായിക്കൊള്ളാം. ആ സന്ദർഭത്തിൽ അല്ലാഹു അവരോട് പറയുന്ന മറുപടി ഉണ്ട്. അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. ചിന്തിക്കുന്ന ആളുകൾക്ക് ചിന്തിക്കാൻ മതിയായ ആയുസ് നിങ്ങൾക്ക് നാം നൽകിയിട്ടില്ലായിരുന്നോ എന്ന് അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. വജാഅകുമുൻ നദീർ. ഇങ്ങനെയുള്ള അവസ്ഥയെക്കുറിച്ച് താക്കീത് നൽകുന്ന താക്കീതുകാരൻ നിങ്ങൾക്ക് വന്നിട്ടില്ലായിരുന്നോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്നാണ്. അവർക്ക് അതിനൊന്നും മറുപടി പറയാനുണ്ടാവുകയില്ല. സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹമാണ് ജീവിതം എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ആയുഷ്കാലം എന്നുള്ളത്. ഈ സമയത്താണ് നമ്മൾ മരണാനന്തര ജീവിതത്തിന് വേണ്ടി പണിയെടുക്കേണ്ടത്. വലദത്തക ഉമ്മുക യബ്ന ആദമ ബാക്കിയ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറ. മനുഷ്യ, നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചപ്പോൾ നീ കരഞ്ഞുകൊണ്ടാണ് ഈ പുതിയ ലോകത്തേക്ക് പിറവി കൊണ്ടുവന്നത്. നിന്റെ ചുറ്റുമുള്ള ആളുകളെല്ലാം നിന്റെ ആഗമനത്തിലും വരവിലും സന്തോഷിച്ച് ചിരിക്കുകയായിരുന്നു. എന്നാൽ ഇനി എന്ത് വേണമെന്നോ? ഫജ്ഹദ് ലിനഫ്സിക് അൻ തകൂന ഇദാ ബകൗ ഫീ ഹാലി മൗതിക ലാഹികൻ മസ്റൂറ. നീ കഠിനാധ്വാനം ചെയ്യണം നിന്റെ മരണദിനത്തിന് വേണ്ടി. മരിച്ചു പോകുന്ന ആ സന്ദർഭത്തിൽ എല്ലാവരും നിന്റെ ചുറ്റും ഇരുന്ന് കരയും. ആ സന്ദർഭത്തിൽ ചിരിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് വിട പറയാൻ നിനക്കാകണം. അതിനാണ് നിന്റെ ജീവിതം എന്നാണ്. നമ്മൾ നോക്കൂ, ഒരു വർഷം കഴിയുമ്പോൾ നമ്മുടെ ആനന്ദങ്ങളും ആഹ്ലാദങ്ങളും ആഘോഷങ്ങളും ഒക്കെ അതിന് വിട്ടുപോവുകയാണ്, എല്ലാം മറക്കുകയാണ്. നമ്മൾ നൈമിഷികമായ സുഖത്തിന് വേണ്ടി വിസ്മരിച്ചു പോകുന്ന അവസ്ഥകളാണ് കാണുന്നത്. ഇത് നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഓർത്ത് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ വസല്ലല്ലാഹു തആല അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ളവരെ, അല്ലാഹുവിനെ മറക്കാതെ അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് ജീവിതകാലം കഴിച്ചുകൂടാൻ ശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. യൂനുസ് അലൈഹിസ്സലാം, ദുന്നൂൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രവാചകൻ, അദ്ദേഹത്തോട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ എന്തുണ്ട് വഴി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉത്തരം വളരെ പ്രസ്താവ്യമായി വെച്ചിട്ടുണ്ട്. ബിമ യനാലുൽ അബ്ദുൽ ജന്ന.
എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് സ്വർഗം നേടാനാവുക? ആ സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നു, ഖാല ബിഖംസ്, അത് 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ, എന്നാൽ നിങ്ങൾക്ക് സ്വർഗസ്ഥരാകാം. ഒന്നാമത്തേത് ഇസ്തിഖാമത്തുൻ ലൈസ ഫീഹാ റൗആൻ, ഭ്രംശമില്ലാത്ത, തെറ്റിപ്പോകാത്ത, നിങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ദീനിനെ ജീവിതത്തിൽ നടപ്പിലാക്കുന്നത് മുഖേന നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയുമെന്നാണ്. നിങ്ങൾ മനസ്സിലാക്കി ദീൻ ഗ്രഹിച്ചുകൊണ്ട് അത് പരമാവധി ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ ശ്രമിച്ചാൽ. രണ്ടാമത്തേത് വജ്തിഹാദുൻ ലൈസ മഅഹു സഹു, വിസ്മൃതിയില്ലാത്ത കഠിനാധ്വാനവും പരിശ്രമവും സ്വർഗം നേടാൻ വേണം. അതങ്ങനെയും ഇങ്ങനെയും എത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരനുഗ്രഹമല്ല. മൂന്നാമത്തേത് വമുറാഖബത്തുല്ലാഹി ഫിസ്സിരി വൽ അലാനിയ, രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭത്തിലും അള്ളാഹു എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധം നിങ്ങളുടെ മനസ്സുകളിൽ നിങ്ങൾ അങ്കുരിപ്പിക്കുക എന്നുള്ളതാണ്. നാലാമത്തേത് വൻതിലാറുൽ മൗതി ബിത്തഹഖ്ഖുബി ലഹു, പൂർണ്ണമായ മുന്നൊരുക്കത്തോടെയുള്ള മരണത്തെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയാണെന്നാണ്. പൂർണ്ണമായ മുന്നൊരുക്കത്തോടെ മരണത്തെ കാത്തിരിക്കലാണത് എന്ന്. അഞ്ചാമത്തേത് മുഹാസബത്തു നഫ്സിക ഖബല അൻ തുഹാസബ്, അള്ളാഹുവിൻ്റെ വിചാരണയ്ക്ക് വിധേയരാകുന്നതിന് മുമ്പ് സ്വന്തം നമ്മളെയൊന്ന് വിചാരണ ചെയ്ത് നോക്കുക. നമ്മളെയൊന്ന് തൂക്കിക്കണക്കാക്കി നോക്കുക. ഇന്ന് ഞാൻ മരിച്ചാൽ എനിക്കെന്ത് കിട്ടും? അള്ളാഹു പറഞ്ഞ വാഗ്ദാനം ചെയ്ത ഈ സ്വർഗലോകത്തിന് അർഹനാകുമോ ഞാൻ എന്ന ഈ ആത്മവിചാരണ നടത്തിക്കൊണ്ടായിരിക്കണം നീ ജീവിക്കേണ്ടത് എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. സഹോദരങ്ങളെ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് നാം ചേർത്ത് വയ്ക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളെ വിചാരണ ചെയ്യുക, അള്ളാഹുവിലേക്ക് അടുക്കുക, വിശ്വാസികൾക്ക് അവൻ ഒരുക്കി വെച്ച ആ അനശ്വര സുഖാനന്ദത്തിൻ്റെ ഗേഹമായ സ്വർഗലോകത്തിന് അർഹരാവുക. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് അതിൻ്റെ ഉടമകളാകാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വീഴ്ചകളും തെറ്റുകളും പോരായ്മകളും ഞങ്ങളോട് പൊറുക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾക്ക് ശിഫയും ശമനവും നൽകണമേ. ഞങ്ങൾക്കിടയിൽ ദുരിതമനുഭവിക്കുന്ന പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അവരുടെ പ്രയാസങ്ങളിൽ നിന്ന് കരകയറ്റം നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.